നമ്മുടെ ജീപ്പിന്റെ ബാക്കി കായ് കിട്ടിയില്ലല്ലോ പറയിച്ച മുതലാളി. കഥാ മതിയാരെ ഇപ്പൊ അല്പം ഞെരുക്കത്തില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാം. 1ഉം 2ഉം രൂപയായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് 10,000 രൂപയില്ലേ? അപ്പച്ച, ഇന്നും നാളെയെന്നും പറഞ്ഞ് അലിയാരേഖനെ നിർത്തി വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു 15 ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് ഈ കാശ് കൊടുക്കാൻ ഒക്കെയല്ലേ? അയ്യോ, അതൊക്കൂല. ഇപ്പൊ കൊടുത്ത കായ് തരാൻ ആളുകൾ ഇഷ്ടമാതിരി ഉണ്ട്. എന്നാ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കുകയായിരിക്കും നല്ലത്. ഒരു 15 ദിവസം ഞങ്ങൾക്ക് ക്ഷമിച്ചൂടെ? 15 ദിവസം കഴിഞ്ഞ കായ് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? നിനക്ക് എത്ര വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ വണ്ടി നീ തന്നെ കൊണ്ടുവയ്ക്കോ. ആ താക്കോലം കൂടെ. അങ്ങനെ ദേഷ്യപ്പെടാനല്ല നമ്മൾ പറഞ്ഞത്. കായിന്റെ വലിവ് കൊണ്ട് പറഞ്ഞു പോയതാ. ആ നിൽക്കും മുതലാളി. വേണ്ട വേണ്ട, നീ തന്റെ ജീപ്പ് എനിക്ക് വേണ്ട. താൻ മേടിച്ച കാശിനി എന്നിട്ടാ മതി. അങ്ങനെ പോകല്ല പറയിച്ച മുതലാളി. നമ്മൾ പറയണതൊന്ന് കേക്ക്. പുന്നമൂട്ടി പറയിച്ചാൽ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ലടാ. അതാ നല്ലത് അലിയാരെ. ഈ ജീപ്പ് കൊണ്ട് വീട്ടിലൊരാവശ്യമില്ല. കടം കയറി, കട 2 പൂട്ടി. ഇനിയിപ്പോ ഇതും കൂടി നോക്കി നടത്താൻ അപ്പച്ചന് സാധിക്കില്ല. ബേബി കുഞ്ഞ് ജീപ്പ് കൊണ്ടുപോയിക്കോ. നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നോളാം. വേണ്ട അലിയാരെ, ഈ ജീപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് കൊണ്ട് തന്നാൽ മതി. ഇപ്പൊ അത് കിട്ടിയാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടത്താം. ഇതാ താക്കോല്. എന്നാ പിന്നെ ഈ സൈക്കിള് കൊണ്ടുപോയിക്കോളൂ ബേബി കുഞ്ഞ്. തൊമ്മീനെ ഏൽപ്പിച്ചാ മതി. വേണ്ട അലിയാരെ, ഞാൻ നടന്നു പൊക്കോളാം. അയ്യോ, നടന്നു വന്നത് ജീപ്പല്ലേ? നിന്റെ ഭക്ഷണം കൊണ്ടുപോയി. മുട്ടിക്ക് തേച്ച് കഴിവി പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. എന്റെ കുറ്റമാണോ? പുന്നാരുടെ മോളുടെ ഗുണാധികാരം കൊണ്ടല്ലേ? ആ, എങ്ങനെ ഇങ്ങനെയൊക്കെ വരാതിരിക്കും? നിന്റെ മോളല്ലേ? എന്റെ മാത്രമാണോ? അവൾ അസൽ അപ്പന്റെ മോളാ. അവൾ എന്റെ മോളല്ല. എന്റെ മോള് മരിച്ചുപോയി. അപ്പച്ച, അമ്മയ്ക്ക് എന്നെ വേണ്ട അമ്മേ. ഞാൻ ആർക്കും വേണ്ടാത്തവളായിപ്പോയി. തുണിക്കട ഞാൻ നശിപ്പിച്ച സമ്മതിച്ചു. അച്ഛന്റെ പലചരക്കയുടെ അവിടെ അത് മുഴുവൻ പിരിഞ്ഞു കിട്ടാനുണ്ട്. ആ, എനിക്കും പിരിഞ്ഞു കിട്ടാനുണ്ട്. പക്ഷെങ്കിലേ കണക്ക് പുസ്തകത്തിലാണെന്ന് മാത്രം. നീ ഒരുത്തനതിനെല്ലാം കാരണക്കാരൻ. ഞാൻ സ്നേഹിച്ചത് അല്ലാതെ നിങ്ങളുടെ വാശിയെ കുടുംബം നശിപ്പിച്ചതിന് സമ്മതിക്കാൻ അച്ഛൻ ഒരുക്കമല്ല. ആ, അറയ്ക്ക് തറവാട്ടിലെ നായന്മാര് സ്വല്പം വാശിയുള്ളവരാ. ആ തറവാട്ടിലെ ഒരു അംഗമാണെന്ന് പറയാൻ എനിക്കിപ്പോ നാണമാകുന്നു. അല്ലെങ്കിലും നിന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. ഇത് കുറച്ച് നേരത്തെ പറയാമായിരുന്നു. എങ്കിലെന്താ? ഇത്രയും നാശം ഈ കുടുംബത്തിന് സംഭവിക്കില്ല. എത്രയോ നേരത്തെ ഞാൻ ഇവിടുന്ന് പോയേനെ. ഇപ്പോഴും അതിന് തടസ്സമൊന്നുമില്ല. ഈ വീടും 1 ഏക്കർ പുരയിടവുമുണ്ട്. അത് നള്ളിക്കൊള്ളോ. അച്ഛന്റെ പണത്തിനും മണ്ണിനും വേണ്ടിയല്ലേ ഞാൻ അച്ഛന്റെ മകനായിട്ട് ജീവിച്ചത്. എനിക്ക് വലുത് എന്റെ കുടുംബമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ മകൻ അച്ഛൻ പറയുന്നത് കേൾക്കണം. അച്ഛനെ അനുസരിക്കാൻ ഞാൻ എന്നും ഒരുക്കമായിരുന്നു. പക്ഷേ അച്ഛന്റെ വാശിക്കും വിഡ്ഢിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഇത്ര ആയപ്പോഴല്ലേ നിനക്കിതൊക്കെ പറയാൻ സാധിച്ചുള്ളൂ. ഇവിടെ നീന്തി നടന്നപ്പോ പറയാമായിരുന്നില്ലേ? അച്ഛനെ ഇത്രയും വഴിതെറ്റിച്ച അമ്മ ഒരുത്തിയ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ വേലി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ജീവിച്ചെന്ന്? ഇപ്പോഴും ഇവിടുത്തെ കാര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല. അറിയാം. കഞ്ഞി വെക്കാൻ അരിക്ക് വേണ്ടി അച്ഛൻ റേഷൻ കടയിൽ കാത്തു നിൽക്കുന്നത് കണ്ടത്. ഉണ്ടായിരുന്ന പുരയിടങ്ങൾ വിറ്റു, പാടങ്ങൾ വിറ്റു, ജീപ്പ് ഉണ്ടായിരുന്ന വർഷോപ്പുകാരൻ കൊണ്ടുപോയി. കയറി കിടക്കാനുള്ള ഈ വീട് മാത്രം ബാക്കിയായി. എല്ലാം ഞാൻ ഉണ്ടാക്കിയത്. അത് വിൽക്കാനും വീണ്ടും ഉണ്ടാക്കാനും എനിക്കറിയാം. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. അത് അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോഴും പറയുന്നു. നിന്റെ മുഖം കാണാതെ എന്നാൽ എനിക്ക് അത്രയും മനസ്സമാധാനം കിട്ടും. അച്ഛന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇനി ഒരിക്കലും അച്ഛൻ്റെ മുമ്പ് വരില്ല.
ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എന്റെ കൂടെ വരാൻ നിനക്ക് ധൈര്യമുണ്ടോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. വരാം. എല്ലായിടത്തും നോക്കി, ഒരിടത്തും ഇല്ല. കാർത്തികന്റെ വീട്ടിലും ഇല്ല. എന്തിരിപ്പായിരിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചേ? അവൻ പോയില്ലേ? കൂടെ അവളും പോയി കാണും. എന്ന് വെച്ച് നമ്മുടെ മോളെ നമ്മൾ അന്വേഷിക്കണ്ടേ? ദേവി ബസ്റ്റാൻഡിലേക്ക് പോയിരിക്കുക. എന്തിനാ അന്വേഷിക്കുന്നത്? അവൾക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ ജീവിക്കട്ടെ. ആഹാ, നിങ്ങൾ അതുവരെ എത്തിയോ? ഇപ്പോഴേ തോന്നിയുള്ളൂ. എന്നാ ഞാൻ നാളെ വരാം. എന്തിനാ കുഞ്ഞച്ചാ വീണ്ടും വീണ്ടും വരുന്നത്? ഞാനും ഈ പുരയിടവും കുഞ്ഞച്ചി തരാനുള്ള കാശിന് ഇതിലേത് വേണമെങ്കിലും എടുത്തോ. കുഞ്ഞച്ചായം വന്നത് അതിനൊന്നുമല്ല. ഞാനേ നമ്മുടെ കാലം നിൽക്കണ കാര്യം പറഞ്ഞു. എന്നാ പിന്നെ കുഞ്ഞച്ചായം കൊടുത്താ നമ്മുടെ കടവും കുറെ തീരുമല്ല. ഓഹോ, കൊണ്ടുപോയിക്കോളൂ. എന്റെ മോള് പോയി, അതും ഞാൻ സഹിക്കത്തില്ലേ? ഇത് കുഞ്ഞച്ചൻ കാളെ മേടിക്കാം. ഈ വണ്ടി ഇവിടെ കിടന്ന് ഉറഞ്ഞു പോകാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? കുഞ്ഞച്ചന് വേണമെന്ന് ചോദിച്ചു. കുഞ്ഞച്ചായ ഒന്നിങ്ങോട്ട് വന്നേ. കുഞ്ഞച്ചൻ കാളെ മേടിച്ച സ്ഥിതിക്ക് വണ്ടിയും വേണ്ടി വരുമല്ലോ. ഞാൻ പാപ്പിയോട് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ. ഓ, അത് പഴകി തുടങ്ങിയല്ലോ. അത് ഉപയോഗിക്കാതെ കിടന്നിട്ടാ. ഒന്നും എനിക്ക് എടുത്താൽ ഒരു കുഴപ്പമില്ല. വണ്ടി നല്ലതാണ് കുഞ്ഞച്ചായ, വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. നീയല്ലേ ഓടിക്കേണ്ടത്. വാങ്ങിച്ചോ. എന്താകുന്നാണ് വിളി? അത് കുഞ്ഞച്ചൻ തീരുമാനിച്ചാവുന്നു. ഇവനറിയാവല്ലോ. കാവിരിച്ച് മുഖപടമ